വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ബാക്ക് പാക്കർ ലൈറ്റ്. ഇന്ന് നമ്മളുള്ളത് കൂട്ട ബാലിലാണ്. ഐ എം അമ്പാടി. ലെറ്റ്സ് വാച്ച് കൂട്ട ബാലി. അപ്പം ഞങ്ങൾ ബാലിയിലെത്തി. കയ്യിൽ പൈസ ഇല്ല. ഞങ്ങൾ കുറച്ച് ഡോളേഴ്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ ബാലിയിൽ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പം കുറേ സ്കാമും കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യേണ്ട സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ തന്നെ ചെയ്യണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റിലേക്ക് ചെയ്യുന്നത്. പി ടി എന്ന് പറഞ്ഞ കടകൾ വരും. പി ടി മണി വല്ല പേരും വരും, പി ടി വല്ല പേര് മണി ട്രാൻസ്ഫറും വരും. അവിടെ നിന്ന് നമ്മൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യണം. അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തതിന് വലിയ സ്കാമും പ്രശ്നങ്ങളൊന്നും ഇടപെടില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പി ടി സ്ഥലത്ത് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പി ടി സൂര്യ മണി എക്സ്ചേഞ്ചിന് താഴെ പി ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലത്തു നിന്നാണ് മണി എക്സ്ചേഞ്ച്. നമുക്ക് പോയി നോക്കാം മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ അറിയാം. കട കണ്ട ഉള്ളിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ളിൽ പോയിട്ട് നോക്കേണ്ട അവസ്ഥ. ഹലോ, വെൽക്കം. മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പം പരമാവധി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യുക. ഇപ്പോഴാണ് ഹയർ റേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പി ടി എന്ന് എഴുതിയ ഓതറൈസ്ഡ് സീറോ കമ്മീഷൻ ഷോപ്സിൽ നിന്ന് മാത്രം മണി എക്സ്ചേഞ്ച് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ, അപ്പം പൈസ എക്സ്ചേഞ്ച് ചെയ്തു മണി എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടെ ഇന്തോനേഷ്യയിൽ 1,50,000 ഇങ്ങനത്തെ നോട്ടുകളാണ്. അപ്പം നമ്മൾ ഒരു $100 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക 100 × 16,500 അങ്ങനെയൊക്കെ കിട്ടുക. വലിയ എമൗണ്ട് വരും. അപ്പം എണ്ണം തിട്ടപ്പെടുത്തണം നമുക്ക് സംഭവം. അതിനെ മെനക്കേടാണ്. വളരെ ടൈം എടുത്ത് ശാന്തമായി ചിന്തിച്ച് ഇഷ്ടപ്പെട്ട് പൈസ കറക്റ്റാക്കിയിട്ട് കൊണ്ടുവരണം. ഇത് പൈസ ഒക്കെ കൈ കിട്ടിയപ്പോൾ ഫസ്റ്റ് തോട്ടം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതെന്തായാലും മുൻപ് ഒരു വരാങ്ങുണ്ടായിരുന്നു. വരാങ്സ് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ ലോക്കൽ കുസൈന് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റാണ് വരാങ്സ് പറയുന്നത്. ഇവിടെ കൂട്ടത്തിൽ ഇഷ്ടമായി വെസ്റ്റേൺ ടൈപ്പ് ഫുഡ്സ് വരുന്ന കാഫേസ് കാര്യങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മൾ വെച്ചാൽ ഇന്തോനേഷ്യൻ വന്നല്ലേ ഇവിടെ ഇന്തോനേഷ്യൻ ഫുഡ് മേടിക്കുക. അങ്ങനെ വരാങ്ങിൽ വന്നത്. വരാങ്ങിൽ കുറച്ച് റേറ്റ് കുറവുണ്ടാവും കാഫേസിനെക്കാട്ടും. അത്രയ്ക്ക് വെച്ചിട്ടുണ്ടാവില്ല. വലിയൊരു കഫേ ആയിരുന്നു, വലിയൊരു വരാങ് കഫേ ആയിരുന്നു. അതിനെ കൊണ്ട് എന്നാലും നമുക്ക് ഇന്തോനേഷ്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് നാസി ഗൊരാങ്. വൈഫിന് ഫോർത്ത് ഇഷ്ടമാണ്. പേര് വല്ലാത്തൊരു പേരായിരുന്നു. വാട്ട് വാസ് ദ നെയിം? നാസി ബാലി ബാബി. നാസി ബാലി ബാബി. ഇംഗ്ലീഷ് പണി. അപ്പോൾ അവളത് ഓർഡർ പോർക്കിൻ്റെ ഡിഷാണ്. അപ്പോൾ നമ്മൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നോക്കാം, ഫുഡ് കഴിക്കാം. ഫുഡ് വന്നിട്ടൊക്കെ എന്താണെന്ന് നോക്കാൻ സാധനം. നാസി ഗൊരാങ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഒരു ഐഡിയ കിട്ടും. ഫുഡ് വന്നിട്ട് നോക്കാൻ എന്താവും. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നാസി ഗൊരാങ്. ലുക്ക് സോ ഗുഡ്. ഇതിന്റെ പേരെന്തായിരുന്നു? നാസി ബാലി ബാബി. നാസി ബാലി ബാബി. ബാലി का बाबी है. This is नासी बाली बाबी. Looks nice. Okay. അപ്പോൾ നമ്മൾ ലഞ്ച് അടിക്കട്ടോ. നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. പേര് കുറച്ച് കൺഫ്യൂഷൻ കാണിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബില്ല് വന്നപ്പോൾ ശരി 3,28,000 സംതിങ് വന്നിരുന്നു. ആ ഫുഡിൻ്റെ ഒപ്പം 2 ബിയറും ഒരു ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടായിരുന്നു. എന്നാലും 3 ലക്ഷത്തി വരുമ്പം 1 ലക്ഷം നിയർലി 500 അടുത്ത് വരും. 1,500 അടുത്ത് വന്നു. അത് അത്യാവശ്യം നല്ലൊരു കാഫേ ടൈപ്പ് സാധനമായിരുന്നു. അതുകൊണ്ട് അത്ര ചീപ്പായിരുന്നില്ല. ഇവിടെ പുറത്തുള്ള ചെറിയ കടകളിൽ ചീപ്പാണ്. മറ്റേ കാഫേ ടൈപ്പിൽ കടകളിൽ നമ്മുടെ നാട്ടിലത്തെ മാളിലൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് ചിലവ് തന്നെ. എന്തായാലും ലഞ്ച് കഴിഞ്ഞു. ഇനി കൂട്ടയിലെ അടുത്ത സ്ഥലങ്ങളിലേക്ക് തവി പോകാം. കൂട്ടേൻ്റെ മെയിൻ അട്രാക്ഷൻ കൂട്ട ബീച്ച് തന്നെ. വളരെയധികം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാലി.
1930കളിൽ ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു കൂട്ട. പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ടൂറിസ്റ്റുകാർ സർഫ് ചെയ്യാനായി കൂട്ടിലെത്തി തുടങ്ങി. അങ്ങനെ 1970 ആയപ്പോഴേക്കും കൂട്ട സർഫിംഗ് കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഫേമസ് അട്രാക്ഷനായി മാറുകയായിരുന്നു. ലോങ് സാൻഡി ബീച്ച്, പിന്നെ ഗുഡ് വേവ് കണ്ടീഷൻസ്, ഇതൊക്കെ ഒരു ബിഗിനർ സർഫേഴ്സിന് ഭയങ്കര ഐഡിയലാണ്. പിന്നെ നമ്മൾ ബാലിയിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പം നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഡെൻപസാർ എയർപോർട്ടിലേക്കാണ്. കൂട്ട ഡെൻപസാർ എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ്. ഒട്ടനവധി ചീപ്പ് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ കണ്ടമാനം സ്റ്റേ ഓപ്ഷൻസും കൂട്ടയിൽ അവൈലബിൾ ആണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ബാലിക്ക് പോകുമ്പം ആദ്യത്തെ ഒരു 3-4 ഡേയ്സ് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കൂട്ട. കൂട്ട ബീച്ചിൻ്റെ ഈ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ഒട്ടനവധി ചെറിയ ചെറിയ കടകൾ കാണാം. ഇവിടെ ഈ കാണുന്ന സർഫ് ബോർഡൊക്കെ റെൻറ്റിന് വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഈ സർഫ് ബോർഡ് റെൻറ്റിന് മാത്രമല്ല, അവർ ഒരു മണിക്കൂറിൻ്റെ സർഫിംഗ് ക്ലാസ്സും തരും. പിന്നെ ബീച്ചിലിരിക്കാനുള്ള ചെയർസ്, അംബ്രല്ല, ഡ്രിങ്ക്സ്, മസാജ്, അങ്ങനെ എല്ലാ സർവീസും ഈ കൂട്ട ബീച്ചിൽ അവൈലബിൾ ആണ്. കൂട്ടയിൽ ഷോപ്പിങ്ങിനായാലോ റെസ്റ്റോറൻറ്റ്സോ ട്രാവൽ ഏജൻസീസ്, വണ്ടി റെൻറ്റിന് കൊടുക്കുന്ന കടകൾ, അങ്ങനെ ഒരു ടൂറിസ്റ്റുകാരന് വേണ്ട എല്ലാ കാര്യങ്ങളും ബാലിയിൽ ഏറ്റവും ചീപ്പായി കിട്ടുന്ന സ്ഥലം കൂട്ടനെ ആയിരിക്കും. ഈ സർഫിംഗ് ക്ലാസ് കൊടുക്കുന്ന ചെറിയ ചെറിയ കടകൾ കണ്ടമാനം കണ്ടപ്പം എന്നാൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഞാനും വിചാരിച്ചു. നമ്മൾ ഈ ബോർഡ് റെൻറ്റിന് എടുക്കുമ്പം ഒരു 1 hour അവർ ക്ലാസ് തരും. പിന്നെ ഒരു 1 hour നമുക്ക് സ്വന്തം ട്രൈ ചെയ്യാം. ജീവിതത്തിൽ ഇതുവരെ സർഫ് ചെയ്യാത്തതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം സർഫ് ചെയ്യുമ്പം അത്ര എളുപ്പമില്ലാത്ത സംഭവം മനസ്സിലായി. പക്ഷെ വളരെ രസമുള്ള പരിപാടിയായിരുന്നു 2 മണിക്കൂർ. ശാരീരികമായിട്ട് നല്ല വേദനകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ സർഫിംഗ് ലെസൺ എടുക്കുന്ന സമയത്ത് ഈ ബാലി സീരീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞങ്ങളുടെ ഈ ബാലി ട്രിപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഈ കൂട്ട. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ കൂട്ടയിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ പോയി കണ്ടിട്ട് വരിക എന്നതായിരുന്നു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ബാലി സീരീസിലുള്ള ബാക്കി വരുന്ന വീഡിയോസൊക്കെ കാണുക, ഫോളോ ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയറൊക്കെ ചെയ്യട്ടോ. അങ്ങനെ കുറച്ച് നേരം സർഫിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കൂട്ട തെരുവിലൂടെ നടന്ന് ഈവനിങ് ആക്കി. ഈവനിങ് സൺസെറ്റ് ടൈം, ബാക്ക് ടു കൂട്ട ബീച്ച്. സൺസെറ്റ് ആകുമ്പോഴേക്കും നല്ല ക്രൗഡ് ആവും ബീച്ചിൽ. ഒരു പൊളി വൈബാട്ടോ. അങ്ങനെ എ ഡേ ഇൻ കൂട്ട ബാലി വീഡിയോ ഇവിടെ അവസാനിക്കാനുണ്ടോ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബാലി സീരീസ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ രേഖപ്പെടുത്തുക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.